ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് ഞാൻ രാവിലെ തന്നെ നമ്മളുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വേണ്ട ഒരിക്കലും പതിവില്ലാതെ രാവിലെ തന്നെ അങ്ങ് ടിപ്പ് ചെയ്യാൻ വന്നിരിക്കുക. എന്താണെന്നറിയാമോ? ഇന്ന് മുഖത്തിൻ്റെ അങ്ങ് ചെയ്യാം. കുറേ ദിവസമായില്ലേ ഞാൻ മുഖത്തിൻ്റെ ചെയ്ത വീഡിയോ ഇട്ടിട്ട്. മുടിയുടെ മുഖത്തിൻ്റെ ഒരുമിച്ചായിട്ടാണെന്ന് തോന്നല്ലേ, ഒരാഴ്ചയ്ക്ക് മേളിലായില്ലേ. അപ്പോൾ നമുക്ക് ഇന്നങ്ങ് കൈയൊക്കെ ഒന്ന് ഇങ്ങനെ വെക്കട്ടെ. എന്നാന്നറിയാമോ, ഉടുപ്പയിലൊക്കെ പറ്റത്തില്ലേ, നല്ല ഉടുപ്പല്ലേ, അപ്പം പിന്നെ നശിപ്പിച്ച് കളയാൻ പറ്റുമോ? രാവിലെ കോഴിയുടെ കാര്യങ്ങളൊക്കെ നോക്കി, ആരൻ പോയി, ആഷർ പോയി, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞാൻ കഴിച്ചു. അലക്കാനിട്ടിരിക്കുക. ഇന്നലെ ആ പെങ്കൊച്ചു വന്നു കേട്ടോ, എല്ലാം നല്ലതായിട്ട് ചെയ്തു തന്നു. പിന്നെ എനിക്ക് സമാധാനമായി, കൊച്ചുങ്ങൾക്കും സന്തോഷമായി. അല്ലെ, പൊടി ഒക്കെ ഇരിക്കുമ്പം തുമ്മലൊക്കെ വരത്തില്ലേ. അപ്പം ഞാൻ വീഡിയോ ഒരുപാടൊന്നും നീട്ടാതെ എളുപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാനിങ്ങനെ പറയാറേ ഇല്ല, ലാസ്റ്റാണ് പറയുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ലാസ്റ്റ് വരെ ഒന്നും ആരും വീഡിയോ കാണാറില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഓർത്തു, എന്നാൽ എല്ലാവരും പറയുന്ന പോലെ ആദ്യമേ അങ്ങ് പറയാം, നമുക്ക് പരീക്ഷിക്കാം. ഇനി നമ്മൾ പറയുന്നത് ആരും കേൾക്കാത്തതുകൊണ്ടാണോ സബ്സ്ക്രൈബ് ചെയ്യാത്ത, ലൈക്ക് ചെയ്യാത്ത, ഷെയർ ചെയ്യാത്ത, കമൻറ്റ് ചെയ്യാത്ത നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ ഇൻട്രോ പറച്ചില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഒരു പറച്ചിലില്ലല്ലോ. എന്തുവാ ഇൻട്രോ? ആദ്യമേ ഞാനങ്ങ് ഇൻട്രോയും പറഞ്ഞ് അങ്ങ് വീഡിയോ അങ്ങ് തുടങ്ങുമല്ലേ. പലരും പല രീതിയിലാണ്. എനിക്ക് ഇങ്ങനെ വശമായതുകൊണ്ട് ഞാനങ്ങ് പറയുന്നു. ഞാനങ്ങ് പറഞ്ഞിട്ടങ്ങ് വീഡിയോയും അങ്ങ് ചെയ്തു പോവുക. എല്ലാവരും വീഡിയോയ്ക്ക് ശേഷം ഇൻട്രോ, പിന്നെ അതായത് വീഡിയോ എല്ലാം എടുത്തതിന് ശേഷം പിന്നെ ആദ്യമേ വന്ന് ഇൻട്രോ കാണിച്ചു. അത് പിന്നെ അതിനകത്ത് വീഡിയോയിൽ എന്തെല്ലാം ഉണ്ടെന്നും കണ്ടൻറ്റും എല്ലാം അല്ലേ, അങ്ങനെയൊക്കെയല്ലേ. പലരും പല വിധത്തില്ല. ഞാൻ ആദ്യമേ തന്നെ അങ്ങ് ഇൻട്രോ ചെയ്ത് ആ കൂട്ടത്തിൽ അതിന് ശേഷം അങ്ങ് വീഡിയോ അങ്ങ് പോവുക. അപ്പോൾ എന്നാ പ്രശ്നമെന്നറിയാവോ, ലാസ്റ്റ് ആകുമ്പോഴത്തേക്കിനും അല്ലേ ഞാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇവിടെ ഇരുന്ന് ഇളക്കും. അതാണ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് വരെ വീഡിയോ കാണാത്തവർ ഇതൊന്നും അറിയുന്നില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാത്തത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് എല്ലാവരും നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. ഫുൾ വീഡിയോ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പറയുക എന്നല്ല നമ്മൾക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ആരോടും നിർബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, ഒരു സങ്കടവും ഇല്ല കേട്ടോ. പിന്നെ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. പിന്നെ ലൈക്ക് ബട്ടണിലൊന്ന് അമർത്തുമ്പോഴത്തേക്കിനും എനിക്കതൊരു ഗുണമല്ലേ. നിങ്ങൾക്കിങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ പോരെ, ലൈക്കിലൊന്ന് അമർത്തുക. എന്നിട്ട് ആ കമൻറ്റ് ബോക്സിലൊന്ന് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ഗുണമുള്ളതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടില്ലേ. അങ്ങനെ എല്ലാ വീഡിയോയും കാണുമ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, കഷ്ടപ്പെട്ട് നമ്മൾ എന്തെല്ലാം ബുദ്ധിമുട്ട് സഹിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഈ ചാനൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പം അവർക്കതൊരു നല്ല അനുഗ്രഹമല്ലേ. അപ്പം എല്ലാവരോടും അപേക്ഷയാണ്, എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ വീഡിയോ കണ്ടിട്ടല്ലേ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കമൻറ്റ് ചെയ്യാനും വീഡിയോ കണ്ടിട്ടല്ലേ പറ്റുള്ളൂ. പക്ഷെ ആദ്യമേ തന്നെ ആ ലൈക്ക് ബട്ടണിലും സബ്സ്ക്രൈബ് ബട്ടണിലും ഒന്ന് ഞെക്കണേ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നും പോകരുത്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആ കാര്യം അങ്ങ് വിട്ടു പോകരുത്, ഓർത്ത് അതൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് എന്നാണെന്നറിയാമോ, ഇന്ന് തലയിൽ തേക്കുന്നതും പിന്നെ മുഖത്ത് തേക്കുന്നതും കാണിച്ചേക്കാമെന്ന് കരുതി. ഇന്ന് ട്യൂസ്ഡേ അല്ലേ, ചൊവ്വ ബുധൻ വ്യാഴം 3 ദിവസമായിട്ട് എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ 3 ടിപ്പ് കാണിക്കാൻ വേണ്ടി 3 ദിവസം വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഓർത്ത് രാവിലെ ഒത്തിരി ആയല്ലോ മുഖത്തൊക്കെ തേച്ചിട്ട്, രാവിലെ എന്നാൽ പിന്നെ മുഖത്തിൻ്റെയും കൂടെ അങ്ങ് ചെയ്തിട്ട് മുഖത്ത് അതവിടെ ഇരുന്നോളുമല്ലോ. അപ്പം എന്നിട്ട് തലയിലും അങ്ങ്
തേച്ചോണ്ട് ജോലി ചെയ്യാമെന്ന്. അപ്പോൾ എനിക്കിത് മുഖത്തും തേച്ച് തലയിലും തേച്ച് അല്ലെ എല്ലാം കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിച്ച് പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ, മടി പിടിച്ചു പോകും, പിന്നെ ചെയ്യത്തില്ല. അപ്പം ഞാൻ ഓർത്തിതെല്ലാം അങ്ങ് തേച്ചോണ്ട് അങ്ങ് പിന്നെ ജോലി ചെയ്യുക. അപ്പോൾ ഞാൻ മുഖത്തൊന്ന് തേക്കാൻ എന്നെ എടുത്തിരിക്കുന്നതെന്നറിയാമോ? കുറച്ച് അലോവേര ജെല്ല്. ഞാൻ എൻ്റെ വീട്ടിലേത് കണ്ടിച്ചില്ല, തീരാറായി. ഞാൻ പണ്ടൊക്കെ എപ്പോഴും എടുത്ത് തലയിൽ അത് അരച്ച് തേക്കുമായിരുന്നു, കാരണം തീരാറായി. 2-3 ഇലയും നിപ്പുള്ളേ. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ എടുക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ വാങ്ങിച്ചതിൻ്റെ ഇരിക്കുന്ന പിന്നെ അത് 1/2 ടീസ്പൂൺ അതെടുത്തു. പിന്നെ അതിനകത്ത് കുറച്ച് കാപ്പിപ്പൊടി ഇട്ടു, വേറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കാപ്പിപ്പൊടി, അലോവേര ജെല്ലും. അപ്പോൾ ഇതൊന്ന് നമുക്ക് എപ്പോഴും ഓർക്കുവേ, കുഞ്ഞു വീഡിയോ ചെയ്യണം, നീണ്ടുപോയില്ലെന്ന്. നമ്മളൊരു കുടുംബമല്ലേ, കുടുംബത്തിലെ കാര്യങ്ങൾ കുടുംബത്തിലുള്ളവരല്ലേ പറയേണ്ടത്. പറഞ്ഞു പിടിച്ച് വരുമ്പോൾ അങ്ങ് ആയിപ്പോകും. പിന്നെ ഉള്ള നല്ല കാര്യങ്ങളാണല്ലോ എന്ന് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. സമയമില്ലാത്തവർക്ക് ദേഷ്യം വരുമായിരിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. തേങ്ങ വീണ് ഞാൻ പേടിച്ചു പോയി. തേങ്ങ വലിച്ച് അടിക്കാനായിട്ട് ആശറില്ലാതെ പറ്റത്തില്ലേ. എനിക്കും ആരെണ്ണം തോട്ടി പൊക്കാൻ പാടാം. ഇപ്പോൾ ഒരെണ്ണം വീണു. അയ്യോ, ഞാനെങ്ങാനും അതുവഴി നടക്കുമ്പോഴാണ് വീഴുന്നെങ്കിൽ. ഇതുവരെയും സംഭവിച്ചിട്ടില്ല അങ്ങനെ. എൻ്റെ തൊട്ടിപ്പുറം വന്ന് ഇതിലേക്കൂടെ ഇങ്ങനെ താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തേക്കാം. സ്തോത്രം. മുഖം കഴുകിയിട്ടാണ് വന്നത് കേട്ടോ. ഞാൻ ആരും എന്നോട് പിണങ്ങല്ല. ഇന്നലെ ഇരുന്ന ജയയുടെ പോലും വീഡിയോ കണ്ടു തീർത്തു. ജയയുടെ 3 വീഡിയോ കാണാനുണ്ടായിരുന്നു, അത് കണ്ടു തീർത്ത്. അജിത പിണങ്ങല്ല, അജിതയുടേത് കാണാം. വീട്ടമ്മയുടെ ജീന വെറൈറ്റിയുടെ 1-2 കാണുമെന്ന് തോന്നുന്നു. ജീനയുടെ ഞാൻ എല്ലാ ദിവസവും കാണുന്ന. അതോ ഇന്നലത്തെ എന്തായാലും കണ്ടിട്ടില്ല. ഇതിലേക്ക് ഉറക്കം വന്നങ്ങ് തൂങ്ങുമായിരുന്നു. പകൽ നല്ല കഷ്ടപ്പാടല്ലായിരുന്നു. പെങ്കൊച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ അടുക്കളയിൽ നല്ല കഷ്ടപ്പാടായിരുന്നു. പിന്നെ രാത്രിയായപ്പോൾ എനിക്കങ്ങ് നടുവിന് നല്ല വേദനയായിരുന്നു, നല്ല വേദന. കുളിച്ചപ്പം ഡോക്ടർ എന്നെ തൈലം തന്നിട്ടുണ്ടല്ലോ, അതൊക്കെ തേച്ചാൽ ഇന്നലെ ഞാൻ കുളിച്ചത്. നല്ല സൂപ്പർ വേദനയായിരുന്നു. അയ്യോ, ഭയങ്കര പാടാണ് വേദന വന്നാലേ. അത് നമ്മുടെ കുഴപ്പം. നമ്മൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് ഓവർ സ്ട്രെയിനിങ് പാടില്ല എന്ന്. അപ്പം നമ്മളത് നിന്നുകൊണ്ട് തന്നെ അവിടെ എല്ലാ ജോലി ഇരുന്നുകൊണ്ട് ചെയ്യാന്ന് വെച്ചാൽ അരിയുന്ന കാര്യമല്ലേ പറ്റുള്ളൂ. ബാക്കിയെല്ലാം നിന്നുകൊണ്ടല്ലേ, പാത്രം കഴുകുമൊക്കെ നിന്നുകൊണ്ടല്ലേ. അപ്പം അങ്ങനെയായപ്പോൾ നല്ല ഇതായിരുന്നു വേലായിക. ഒരു 7 മണി വരെ എങ്ങാണ്ട് ഞാൻ തിരക്കായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇനി ഇത് മിണ്ടുന്നില്ല, വായിക്കാത്തെല്ലാം പോയി. ഇനി ഞാനിത് ഓഫ് ചെയ്തിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ മൊത്തം നല്ലതായിട്ടൊരു 10 മിനിറ്റ് മസാജ് ചെയ്തിട്ട് കഴുകിയിട്ട് കാണിച്ച് വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. വാഷ് ബേസിൻ്റെ അവിടെ പോയി മസാജ് ചെയ്ത് 10 മിനിറ്റ് മസാജ് ചെയ്തുകൊണ്ട് നിന്നിട്ട് ഞാൻ കഴുകി തുടച്ചിട്ട് വരാം. അപ്പോൾ ദാ കഴുകി നല്ല തുടച്ച് വന്നു. സൂപ്പറാട്ടോ. ഉടുപ്പ് നനഞ്ഞ് പെടലി കഴിയപ്പോൾ കണ്ടോ, ഉണ്ടോ? ഞാൻ ഇത് കയ്യേലും മിച്ചം ഉണ്ടായിരുന്ന തേച്ച് ഇപ്പോൾ ഇച്ചിരി തേച്ചു. ആ മിച്ചം ഉണ്ടായിരുന്നൊക്കെ തേച്ചു. നല്ലൊരു സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ, നല്ല ഇതായിട്ട് കേട്ടോ. ഞാൻ ഒരു ദിവസം ഒരു പ്രാവശ്യം, ഒരു ദിവസം ഒരു സാധനം, അതായത് എല്ലാ ദിവസവും തേക്കത്തുമില്ല. എല്ലാ ദിവസവും തേക്കുവാണെങ്കിൽ
ആകപ്പാടെ തേക്കുന്നത് മഞ്ഞൾ, പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പം പിന്നെ അതുകൊണ്ട് ഞാനിങ്ങനെ നിർത്തുക. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. ഒരെണ്ണം തേച്ച് അതിൻ്റെ ഗുണം പിടിക്കണം, അല്ലാതെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ തേച്ചാൽ ഒരു രസമില്ല. അപ്പോൾ ഇത് മതി. ഇതൊരു 2 ദിവസം നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അല്ലെ പിന്നെ 2 ദിവസം കഴിഞ്ഞ് 2 ദിവസം നിൽക്കട്ടെ. ഇന്നും നാളെ ബുധനാഴ്ചയല്ല, നാളെ വ്യാഴാഴ്ച നമുക്ക് വേറെ പരിപാടി ചെയ്യാം. അപ്പം ചേച്ചി ഞാൻ 2 ദിവസം കൂടുമ്പോഴേ ചെയ്യുന്നുള്ളൂ. കാരണം അങ്ങനെ അതിൻ്റെ ചെയ്യേണ്ട മുഖത്തെ തലേ പിന്നെ എല്ലാ ദിവസവും എന്നാ വേണേ ചെയ്യാം, നല്ലതായിട്ട് എല്ലാ ദിവസവും ചെയ്യാം. തലയിൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ സമയം ഒത്തിരി പോയി, ഞാൻ തലയിൽ ഇന്ന് ചെയ്യുന്നില്ല, നാളെ ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ നിങ്ങൾ കാണത്തുമില്ല, ഞാനും മടുക്കും, എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ നാളെ നമുക്ക് പിന്നെ തലയുടെ ചെയ്യാം. ഐഡിയ, നാളെ തലയുടെ ചെയ്യാം, നാളെ കഴിഞ്ഞ് മുഖത്തിൻ്റെ ചെയ്യാം, അത് കഴിയുമ്പോൾ തലയുടെ ചെയ്യാം, അത് കഴിയുമ്പോൾ മുഖത്തിൻ്റെ ചെയ്യാം. ഐഡിയ അങ്ങനെ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ വട്ടാന്ന് ഓർക്കല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായിരുന്നു അലോവേര ജെല്ലും ട്രൂ കോഫി പൗഡറും, അത്രയേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തേച്ച് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുടയ്ക്കുമല്ലായിരുന്നു, കഴുത്ത് മാത്രം തുടച്ചുള്ളൂ. കാരണം ഇവിടെ കഴുകുമ്പം വെള്ളം വീഴുമല്ലോ എന്ന് വെച്ച്. എന്നിട്ട് പോലും തേടി ശകലം മുഖത്ത് കഴിയപ്പം ഇവിടെ മുഖം ഞാൻ പതുക്കെ കഴുകുമായിരുന്നു. അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കര ഉമ്മ.